ഓ എന്താ പറ്റി? ഓട്ടിയോ? ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും അതേ ഒരു താങ്ക്സ് പറയുന്നത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിനാണെങ്കിൽ വർക്ക് ഫ്രം ഹോമും ആണ്. പിന്നെ ദേവൂട്ടിക്ക് 2.5 വയസ്സായിട്ടുള്ളല്ലോ. അപ്പോൾ അവൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി നേരത്തെ ഒന്നും എണീക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 8 ചിലപ്പോൾ 8:30 ആ സമയത്തൊക്കെയാണ് എണീക്കാറുള്ളൂ. അപ്പം ഇന്നാണെങ്കിൽ പുട്ടും പഴവും ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ആക്കാനാണ് വെച്ചത്. യൂഷ്വലി വീക്കെൻഡിലൊക്കെയാണ് ഞാനിത് ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറേ ഏത്തപ്പഴം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഏത്തപ്പഴം ചിലവാകണമെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് ഇതുപോലെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കൊടുത്താലേ ചിലവാകത്തുള്ളൂ. നമ്മുടെ ഇവിടെ ഏത്തപ്പഴം കിട്ടാറില്ല കേട്ടോ. കോസ്കോയിൽ നിന്ന് ഞാൻ പച്ച ഏത്തക്ക വാങ്ങിയിട്ട് ഓവനിൽ ലൈറ്റ് ഓൺ ചെയ്തിട്ട് അത് അങ്ങനെ വെച്ചാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്, പഴുപ്പിച്ചെടുക്കുന്നത്. നാട്ടിലെ ഏത്തപ്പഴത്തിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും വരത്തില്ല കേട്ടോ. പിന്നെ നമുക്കതല്ലേ പറ്റൂ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുള്ളത്. ഞാൻ ഇഡലിക്കുട്ടത്തിനകത്ത് ആദ്യം മുട്ട ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ആവി പറക്കുന്ന ആ ഒരു തട്ടുണ്ടല്ലോ, ആവി കയറ്റുന്ന, അത് വെച്ച് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ മുട്ട വെച്ചപ്പോൾ തന്നെ ആ തട്ട് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആ പാത്രം മാറ്റിയിട്ട് ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഏത്തപ്പഴം ഇങ്ങനെ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്നാണ് വെച്ചത്. പക്ഷെ അതിലും പഴം നല്ലോണം വേവുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറെ വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ കുക്കറിലാണെങ്കിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചിരട്ടപ്പുട്ട് വെക്കാമെന്നാണ് വെച്ചത്. അപ്പോൾ ഇവിടെ ഞാനാണെങ്കിൽ ഇതുപോലുള്ള ഫ്രോസൺ ആയിട്ടുള്ള ചെറിയ തേങ്ങയാണ് വാങ്ങിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല തേങ്ങ കിട്ടത്തേ ഇല്ല. 4 എണ്ണമൊക്കെ വാങ്ങിച്ചാലും 2, 3 ഒക്കെ അഴുക്കായി പോകും. അങ്ങനെ അത് കാരണം കുറേ നമുക്ക് അത് വേസ്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്നത്. അപ്പോഴേക്ക് ചേട്ടൻ എണ്ണീറ്റ് വന്നേ. ആള് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചിരട്ടപ്പുട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വെക്കുവാണ്. രാവിലെ തൊട്ടാണെങ്കിൽ ഭയങ്കര മൂടാപ്പാണ്. മഴക്കോള് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ ഭയങ്കര മടുപ്പാണ്. നമുക്കൊരു എന്താ പറയുന്ന ഒരു അലസതയൊക്കെ തോന്നും മഴയൊക്കെ ആവുമ്പോഴേ. അങ്ങനെ ഒരു വല്ലാത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന്. അപ്പം ഞാൻ ഓൾറെഡി പല്ലൊക്കെ തേച്ചിട്ടാണ് വന്നത് അടുക്കളയിൽ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ഇതുപോലെ ജീരകവെള്ളവും കുടിക്കും. ചേട്ടനാണെങ്കിൽ ഒരു ഗ്ലാസ് നമ്മുടെ കട്ടൻ കാപ്പി ഇല്ലേ, അതുമാണ് കുടിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ചെറിയ രീതിയിൽ ഇപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നോക്കി കണ്ടുമൊക്കെ അധികം കാപ്പിയൊക്കെ കുറച്ചിട്ട് അങ്ങനെയൊക്കെ ഇപ്പം ട്രൈ ചെയ്യുവാണ്. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചപ്പോഴേക്കും മോൾ എണ്ണീറ്റ്. അപ്പം അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ആള്. അപ്പം ഞാൻ വേഗം പോയി അങ്ങ് എടുക്കുകയെ. ഓരോ ദിവസം ഓരോ മൂഡാണ്. ചില ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും, ചില ദിവസം ഭയങ്കര കരച്ചിലായിരിക്കും രാവിലെ. അപ്പം അവൾക്ക് ഓരോ ദിവസം ഓരോ മൂഡായതുകൊണ്ട് ഭയങ്കര പാടാ. ഇന്ന് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര സങ്കടമുള്ള ഒരു മൂഡായിരുന്നു ഇന്ന്. അപ്പം ഞാൻ വേഗം അവളെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് പിന്നെ അവള് അവിടെ ഇങ്ങനെ സെറ്റിയിൽ കിടന്നിട്ട് കരയുമായിരുന്നു. പിന്നെ ഞാൻ പോയി എടുത്തൊന്ന് സമാധാനിപ്പിച്ചപ്പോൾ അവള് റെഡിയായി. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഏത്തയ്ക്ക അതിലിട്ടിട്ടൊന്നും വെന്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മളാ കുറ്റിയിൽ ഈ പുട്ട് വെച്ചില്ലേ, അതേ കുക്കറിൽ തന്നെ ഞാൻ ഏത്തപ്പഴം ഇട്ടിട്ട് വേവിച്ചെടുത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം അത് മോക്ക് കൊടുക്കാമെന്ന് വെച്ചു.
എൻ്റെ ഏറ്റവും വലിയ പണിയെന്ന് വെച്ചാൽ ദേവൂട്ടിനെ പല്ല് തേപ്പിക്കുക, അവളെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. ചില ദിവസം ഈ പല്ല് തേക്കാൻ സമ്മതിക്കത്തേ ഇല്ല, ചില ദിവസം ഈ ഭയങ്കര ഹാപ്പി ആയിട്ട് പല്ലൊക്കെ തേക്കും. അങ്ങനെയൊക്കെ അവൾക്ക് ഓരോ ദിവസവും ഓരോ മൂഡായിരിക്കും. എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് തോന്നുന്നു, ഓരോ ദിവസവും ഓരോ മൂഡായിരിക്കും. അപ്പോൾ ഇന്ന് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, കുഴപ്പമൊന്നും ഇല്ലാതെ പല്ലൊക്കെ തേച്ചിട്ട് വന്നു. എന്തെടുക്കുവാ? ഓടുവന്നു. ദേവുട്ടി എണ്ണീച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ കുറച്ച് വെള്ളം കൊടുക്കുവേ. നമ്മൾ എണ്ണീച്ച് ഉടനെ ഫുഡ് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാതിരിക്കല്ലേ രാത്രി മൊത്തം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുട്ടും പഴവും മുട്ടയും കൂടെ കൊടുക്കാമെന്ന് വെച്ച് അങ്ങനെ അതെടുത്ത് കൊടുത്ത്. അവൾക്ക് തന്നെ കഴിക്കാനാണ് ഇഷ്ടം, നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടും ഇഷ്ടം തന്നെ കഴിക്കാനാണ്. പക്ഷെ നല്ലോണം അവിടെ എല്ലാം അഴുക്കൊക്കെ ആക്കും. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അവർ അങ്ങനെ കഴിച്ചാലേ പറ്റത്തുള്ളൂ. ചില സമയം ഞാൻ തന്നെ കൊടുക്കും. ഇപ്പം ഇതുപോലെ ഉരുളയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവൾ അത് തന്നെ എടുത്ത് ഇങ്ങനെ കഴിച്ചോളും, അവൾക്ക് ഇഷ്ടമാണ്. ചില ഫുഡൊക്കെ ആദ്യമൊക്കെ ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു, ഏതാ പുട്ടൊക്കെ. പക്ഷേങ്കിൽ പിന്നെ നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ച് അവൾക്കിപ്പോൾ അത് ഇഷ്ടമാണ്. പിന്നെ അവിടെയൊക്കെ അഴുക്കാക്കിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു മുക്കാലും തിന്നിട്ടൊക്കെ ഉണ്ട്. 2 മിനിറ്റ് ഞങ്ങൾക്ക് 3 കിലോ കൂടി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നത്. ഞാൻ ജസ്റ്റ് ടി വി ഒക്കെ കണ്ടുകൊണ്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മോളുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഇന്ത്യയിൽ കോളൊക്കെ ചെയ്യുന്നത് ആ സമയത്താണ്, കാരണം ആ സമയമാകുമ്പോൾ എല്ലാവർക്കും രാത്രിയൊക്കെ അല്ലേ, അതുകൊണ്ട് ആ സമയത്ത് കോളൊക്കെ ചെയ്ത് നമ്മൾ അത് കഴിഞ്ഞ് ഒരു 11:30 ആയിട്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങും. ഈ കസേര എന്തിനാ അടുക്കളയിൽ കൊണ്ടുവന്നേ? അങ്ങോട്ടു അങ്ങനെ വെക്കുന്നേ. ഒരു സാധനം ഉണ്ടാക്കും. അപ്പോൾ ഒരു 10-11:30 കഴിയുമ്പോഴേ ഞാൻ നമ്മുടെ ഉച്ചക്കത്തെ ഊണുണ്ടാക്കാറുള്ളത്. ഒരു 3/4 കപ്പ് അരി നമ്മൾ ഇതുപോലെ വേവിക്കാൻ വെക്കും. പിന്നെ ഞാൻ ഇന്നാണെങ്കിൽ ഫുള്ള് വെജ് മീലാണ് ഉണ്ടാക്കുന്നത്. അന്നെങ്കിൽ മത്തങ്ങ എരിശ്ശേരിയും അവിയലും പിന്നെ അതുപോലെ നമ്മുടെ ചെറുപയർ തോരനും, അത്രയാണ് ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ മത്തങ്ങ എരിശ്ശേരിക്കാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് പയറൂടെ എടുത്ത് വെക്കാം, നല്ല കടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് പയർ ഞാൻ ഒരു കുക്കറിലിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഇതുപോലെ ചെറുപയർ ഇട്ടു. അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യണ്ട, ഇത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ചെറുപയർ കുറച്ചുകൂടെ വെളിയിലിട്ടൊന്ന് വേവിക്കുകയും ചെയ്തായിരുന്നേ. അപ്പം പിന്നെ നമ്മുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണമൊക്കെ അരിയായിരുന്നേ. എൻ്റെ അവിയലിന് എല്ലാ കഷ്ണമൊന്നും എൻ്റെ കയ്യിൽ ഉള്ളതെല്ലാം കൂടി ഇട്ട് ഞാനങ്ങ് ചെയ്യുമേ. എനിക്ക് തോന്നുന്നു ചേനയോ ചേമ്പോ അങ്ങനെ അതൊക്കെ ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ്. അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടാണ് ഞാൻ അവിയലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ റെസിപ്പി വീഡിയോ ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്തങ്ങാരിശ്ശേരി തനിയെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സദ്യ വേറെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ ഇതുപോലെ അവിയലിൻ്റെ ഒക്കെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണ് ഒന്ന് കണ്ടു നോക്കണേ. അപ്പം അവിയലിന് ഞാൻ ജസ്റ്റ് ഒരു എണ്ണ ഇട്ടിട്ട് നമ്മുടെ പച്ചക്കറി എല്ലാം ഇട്ട് മുളകും ഇട്ട് ഉപ്പും ഇട്ട് ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇങ്ങനെ വെക്കും. കുറച്ച് നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാനൊരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ച്. പഴം തിന്നുവന്നോ? തൊലി എവിടെ? തൊലി ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടെ. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് കുറേയൊക്കെ വെയിലൊക്കെ വരാൻ ഇങ്ങനെ തുടങ്ങിയ, മഴയൊക്കെ കുറച്ച് മാറി. അപ്പോഴത്തേക്ക് കുറച്ച് ആശ്വാസമായി, നമ്മളാ മൂടാപ്പൊന്ന് മാറിയത്. ദേവൂട്ടി എന്തേ? ദേവൂടെ ഇനി നമ്മൾ ആ പയറ് വേവുമ്പോഴത്തേക്ക് മത്തങ്ങ ജസ്റ്റ് ഒന്ന് അരിഞ്ഞു വെക്കാന്ന് വെച്ചാൽ, മത്തങ്ങ ഇങ്ങനെ കഷ്ണമാക്കി നമ്മൾ അരിഞ്ഞു വെച്ചാൽ മതി. നമ്മുടെ അപ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ എല്ലാം വെന്തിട്ടുണ്ടായിരുന്നേ. അവിയൽ വെന്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട്, ഇനി നമുക്ക് ഒന്നും വേണ്ട, അതന്നെ അരപ്പൂടെ ചേർത്താൽ മതിയേ. എന്തോ പൊന്മകനെയോ മിക്ക വരട്ടെ. അവക്ക്
അപ്പം ദേവൂട്ടിയുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇത്. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയും പൊന്മകനെ വെക്ക് മകനെ വെക്കുന്ന. അപ്പോൾ അവളെ അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ ചെയ്യും. ഇടയ്ക്ക് അടുക്കളയിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തും. ഇടയ്ക്ക് ഒരു വഴക്കൊന്നും ഇല്ലാതെ അവിടെ ഇരിക്കും. ടി വി ഒക്കെ വെച്ച് കൊടുത്താൽ ഒത്തിരി നേരം ഇരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ കാർട്ടൂൺ അങ്ങനെ ഇപ്പം കുറച്ച് കൊണ്ടുവരുവാണ്. ആദ്യമൊക്കെ നല്ലോണം കാണുമായിരുന്നു. ഇപ്പം ഞാൻ അതുകൊണ്ട് കുറച്ചേ വെക്കത്തുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ അവിയലിനുള്ള അരപ്പ് ഞാൻ റെഡിയാക്കുമായിരുന്നു. ജസ്റ്റ് തേങ്ങയും പിന്നാണെങ്കിൽ പച്ചമുളകും പിന്നെ നമ്മുടെ ജീരകവും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കത്തേ ഉള്ളേ. എന്നിട്ട് ആ അരപ്പൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് ഒതുക്കി കൊടുക്കും. എന്നിട്ട് അത് ഒരു 2 മിനിറ്റ് അത് ഒതുക്കി അങ്ങനെ വെച്ചിട്ട് അതിനകത്തോട്ട് തൈര് ചേർക്കത്തേ ഉള്ളേ. അപ്പം മോള് ടി വി കാണിക്കാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം നമ്മൾ ഇതുപോലെ കളിപ്പാട്ടം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിള്ളേർ അതിങ്ങനെ കളിച്ചോണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അയ്യോ ഐ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയിലെ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ നമ്മുടെ മത്തങ്ങയും പിന്നെ പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഇനി ഒരു 4 ഇപ്പോൾ ഓൾറെഡി പയർ വേവിക്കാൻ ഞാൻ 4 വിസിൽ അടുപ്പിച്ചായിരുന്നു. അപ്പോൾ ഇനി മത്തങ്ങ പെട്ടെന്ന് വെന്തോളൂ. 2 വിസിലോടെ അടുപ്പിച്ചാൽ മതി, നല്ലോണം വെന്തോളും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നല്ലോണം വിശക്കുമല്ലോ. അപ്പം ഞാൻ വാങ്ങിച്ചു വെച്ചൊരു സാധനമാണ് ഇത് നമ്മൾ കോസ്കോയിലൊക്കെ കിട്ടാറുണ്ട്. ഓസി വൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഇത് നല്ല അടിപൊളിയാണ്. ഇത് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് അവരുണ്ടാക്കിയതാണ്. ഫ്ലാക്സ് സീഡും അങ്ങനത്തെ ഓരോ ഐറ്റംസ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കോസ്കോയിൽ കിട്ടും. അപ്പം ഞാൻ മത്തങ്ങ നന്നായിട്ട് വെന്തോണ്ട് അരപ്പ് ഞാൻ ചേർത്തു. അരപ്പ് ഇതുപോലെ തേങ്ങായും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനൊരു മധുരം കുറവായിരുന്നത് കൊണ്ട് മത്തങ്ങയ്ക്ക് മധുരം ഉണ്ടെങ്കിൽ നമ്മൾ പഞ്ചാര ഇടണ്ട, ഇല്ലെങ്കിൽ ഇച്ചിരി ഒരു പഞ്ചാരയും കൂടി ഇടണം. പിന്നെ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഒന്ന് വറുത്ത് കുറച്ചൊരു സ്പൂണ് തേങ്ങ വറുത്തതും പിന്നെ നമ്മുടെ കടുകും കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും കൂടെ ഇതുപോലെ താളിച്ചതും കൂടെ ചേർക്കണേ. അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു പാത്രത്തിൽ ഞാൻ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഇതുപോലെ അതേ അരപ്പ് തന്നെയാണ്. പക്ഷെ അതൊന്ന് ചതച്ചെടുത്തിട്ട് ആ അരപ്പ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് അത് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം മോൾക്ക് കൊടുക്കുവാണ്. അപ്പം ഞാൻ അവൾക്കിത് നമ്മുടെ ഫുഡ് തന്നെ കൊടുക്കുന്നത്. അവൾക്ക് വൈറ്റ് റൈസാണ് ഇഷ്ടം, പക്ഷെ ഞാൻ അത് അവളെ കഴിപ്പിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം അവൾ ഇരിക്കുക, അത് കഴിഞ്ഞ് അവളെ ഉറക്കാൻ കിടത്തുവേ. അപ്പം അപ്പോഴത്തേക്ക് ചേട്ടൻ റൂമിലിരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം തിണ്ണയിലോട്ട് പോകും. അപ്പോൾ അവൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോളുവേ. കുറച്ച് 1 മണിക്കൂറേ ഞാൻ അങ്ങനെ ഉറക്കാറുള്ളൂ, 1-1.5 മണിക്കൂറേ ഉറക്കാറുള്ളൂ. ഒത്തിരി നേരം ഉറങ്ങിയാൽ പിന്നെ രാത്രിയിൽ തീരെ ഉറങ്ങത്തില്ല, അങ്ങനെയാണ്. അപ്പം ഞാനും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കും വേണ്ടതൊക്കെ എടുത്ത് കഴിക്കുവാണ്. ഞാനാണെങ്കിൽ മിക്കവാറും കഴിച്ച് കഴിഞ്ഞിട്ടാണ് പാത്രമൊക്കെ കഴുകി വെക്കുന്നത്. കാരണം അപ്പോഴത്തേക്ക് മോൾ ഉറങ്ങുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനമായിട്ട് ഇങ്ങനെ ഇരുന്ന് പാത്രമൊക്കെ കഴുകി വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് കഴുകിയൊക്കെ വെച്ചിട്ട് അവസാനം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് എഡിറ്റിങ്ങോ അല്ലെ ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മോൾ എണീക്കുവേ. ദേവുട്ടി എണ്ണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഗ്ലൂമി ആയിരിക്കും, പിന്നെ പഴയ പോലെയൊക്കെയാവും. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരത്തേക്ക് മോളുടെ കൂടെ ഒക്കെ ആയിരിക്കും, എന്തെങ്കിലും കളിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ടി വി ഒക്കെ കാണും. അപ്പം ഞാൻ അന്ന് നെയിൽ പോളിഷ് ഇട്ട് കണ്ടിട്ട് അവൾക്കും വേണം എന്ന് പറഞ്ഞിട്ട് വഴക്കായിരുന്നു. അപ്പം ഞാൻ ചെറുതായിട്ട് ഒന്ന് തൊട്ടൊന്ന് കൊടുക്കുവാണേ. അപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊക്കെ. അപ്പം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൾക്ക് എന്തെങ്കിലും ഓട്സ് അല്ലെങ്കിൽ റാഗി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. അല്ലാതെ ബിസ്ക്കറ്റ് ഒന്നും അങ്ങനെ കൊടുക്കത്തില്ല, ഇങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും കൊടുക്കത്തുള്ളൂ. ഓട്സ് ഞാൻ ഓൾറെഡി ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ ഞാൻ ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് പാലിലോട്ട് ഇട്ടിട്ട് ഒന്നെങ്കിൽ പനശർക്കര ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ കുറച്ച് ബ്രൗൺ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക്. റാഗി ആണെങ്കിൽ അതേപോലെ പാലിലാണ് ഞാൻ കലക്കി കൊടുക്കുന്നത്. അപ്പം രാവിലെ തന്നെ നമ്മൾ എടുത്ത് ഏത്തപ്പഴം കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ ഉടച്ചു വെച്ചേ. സിനിമയ്ക്ക് പോയാൽ എന്തോ കിട്ടും.
പോപ്കോണോ? അതിനാണോ സിനിമയ്ക്ക് പോകുന്നേ? പൈസ എവിടാടാ വെച്ചേക്കുന്നേ? അയ്യോ അപ്പാണ് പേഴ്സ് എടുത്താ. ഞാനൊരു ഉന്നക്കായ ഉണ്ടാക്കാന്നാണ് വെച്ചത്. അപ്പം തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഞാൻ ഉടച്ചു വെച്ചിരുന്ന ഏത്തപ്പഴം ഇല്ലേ, അത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഞാൻ എണ്ണയിൽ വറുത്തെടുക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഉന്നക്കായ ഉണ്ടാക്കിയത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ഇഷ്ടമുള്ളവരാണെങ്കിൽ, പഴത്തിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കഴിച്ചു നോക്കണേ. പിന്നെ മോക്ക് ഓട്സ് കൂടെ കൊടുത്ത്. അപ്പം ഞങ്ങളാണെങ്കിൽ ഗ്രീൻ ടീ ആണ് എടുത്തത്. ടീ ബാഗ് വെച്ചിട്ട് ഒരു 2 ഗ്രീൻ ടീ ഉണ്ടാക്കി ഞാനും ഹസ്ബൻഡും കഴിച്ചു. ഞങ്ങൾ കുറച്ച് നേരം ടി വി കണ്ട് ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് സംസാരിച്ച് അങ്ങനെ അങ്ങ് ഇരുന്ന്, അത് കഴിഞ്ഞ് കുളിക്കാമെന്ന് വെച്ച് അങ്ങനെ പോയി. മോളെ ആദ്യമേ കുളിപ്പിച്ച് റെഡിയാക്കി വിടും, അപ്പം നമുക്ക് സമാധാനമായിട്ട് കുളിക്കാമല്ലോ. അപ്പോൾ അവൾക്ക് പൊട്ടൊക്കെ തൊടുന്നതൊക്കെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ് പൊട്ട് തൊടുന്നത്. അവൾക്ക് 2 പൊട്ട് വേണമെന്ന് എപ്പോഴും പറയും, ഒരു ചുമന്ന പൊട്ടും കറുത്ത പൊട്ടും. അത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. പക്ഷെ കണ്ണെഴുതാനൊന്നും ഇഷ്ടമല്ല. കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 6-6:30 ആകുമ്പോഴേക്കും നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് തൊഴും കേട്ടോ. എന്നും മോളെ കൃഷ്ണനൊരു ഉമ്മയൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് നടക്കാൻ പോവുകയും അപ്പോൾ ഹസ്ബൻഡിനെ അപ്പോഴത്തേക്ക് ഏൽപ്പിക്കും. ആൾക്ക് നല്ല ജോലിയുള്ള ദിവസമായിരുന്നു. അത് മാത്രമല്ല, ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരാവശ്യത്തിന് വെളിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. അപ്പം ഇപ്പോഴാണെങ്കിൽ വൈകുന്നേരം അത്യാവശ്യം മഴയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നടക്കാൻ പോകും. 7:30 കഴിഞ്ഞായിരുന്നു കേട്ടോ രാത്രി. പക്ഷെ നല്ല വെട്ടമാണ്, 9:30 വരെയും നല്ല വെട്ടമായതുകൊണ്ട് നമുക്ക് ആ സമയത്തൊക്കെ നടക്കാൻ നല്ല സുഖമാണ്. അപ്പം ഞങ്ങൾ, എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെ നടന്നു പോയപ്പോഴാണ് 7-Eleven ബാനറൊക്കെ കെട്ടി വെച്ചേക്കുന്നത് കണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ സ്ലർപ്പി കിട്ടുമേ, നമ്മുടെ ജ്യൂസില്ലേ. അതെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 7-Eleven ആണ്. അതായത് 11th ജൂലൈ 11/7/2024 അല്ലേ. അപ്പം ഇന്ന് നമുക്ക് അപ്പോൾ ഫ്രീ ആയിട്ട് ഇതുപോലെ സ്ലർപ്പിയും അതുപോലെ $1 നമുക്ക് കുറേ ഇതുപോലത്തെ സ്വീറ്റ്സ് ഒക്കെ കിട്ടുമായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ദേവുവിന് ഭയങ്കര ഹാപ്പിയായ, കളറൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവൾ കുറച്ച് കുടിക്കുകയൊക്കെ ചെയ്തു. വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, എപ്പോഴും സ്ഥിരമായിട്ടൊന്നും കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയായേ. അപ്പം ഹസ്ബൻഡ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൻ്റെ സ്ഥലത്തോട്ട് പോവാണ് ഒരു ആവശ്യത്തിന്. അപ്പോഴത്തേക്ക് ഞാനും മോള് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഓൾറെഡി ദോശമാവുണ്ട്, അപ്പം നമുക്ക് മുട്ട ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് മുട്ട ദോശ. അപ്പം മുട്ട പൊട്ടിച്ചിട്ട് ദോശയുടെ മണ്ടയ്ക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മുട്ട ദോശയാക്കി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ജസ്റ്റ് റോൾ ചെയ്ത് അവൾക്ക് കൊടുക്കും. അപ്പോൾ അവളത് കഴിച്ചോളും, അവൾക്ക് അതിഷ്ടമാണ്. ദേവുവിനാണ് ഇതേപോലെ നമ്മുടെ ചപ്പാത്തി ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്താൽ അവൾ തിന്നും കേട്ടോ. അതും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ രാത്രിയിലത്തേക്കുള്ള പാത്രങ്ങളെല്ലാം അങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ അവൾ കുറച്ച് നേരം അവളുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്. ദേവുവിനാണെങ്കിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ഗ്ലാസ് പാലൂടെ കൊടുക്കുവേ. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒരു പാലാണ് കൊടുക്കാറുള്ളത്. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിട്ട് എന്തെങ്കിലും ബ്രൗൺ ഷുഗർ ഒരു 1/2 ടീസ്പൂൺ വല്ലതും ഇട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കും. അപ്പോൾ അവളത് ഫുള്ള് കുടിച്ചോളും. പിന്നെ നമ്മൾ അവൾക്ക് പിന്നെ മുടിയൊക്കെ കെട്ടി ബ്രഷൊക്കെ ചെയ്തിട്ട് അങ്ങ് കിടക്കാൻ പോകുമേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. ഇഷ്ടമായെങ്കിൽ കമൻസൂടെ ചെയ്തേക്കണേ. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു.